So what's gone is gone. Now we both. So hello guys, welcome back to my channel. ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഫാം ചെറുതുണ്ടാക്കിയിട്ട് കാരറ്റൊക്കെ ഇട്ടാൻ എൻ്റെ ഒരു ഗോൾഡ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനായിട്ട് ഗോൾഡ് കണ്ടുപിടിച്ച് അങ്ങനെ ഞാൻ ഗോൾഡൻ കാരറ്റ് ഒരു സ്റ്റാക്ക് 3 ഉണ്ടാക്കി. എത്ര കഷ്ടപ്പെട്ടെന്നറിയാം. ഞാൻ കുറേ മൈനിങ്ങിന് പോയി, അതിലും പോയി, നമ്മളെ മൈനിങ് ഏരിയയിലും പോയി. ഞാൻ പിന്നെ മലേൻ്റെ മുകളിലൊക്കെ പോയി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇതൊക്കെ കിട്ടി. ഡയമണ്ട് എനിക്ക് കിട്ടി തന്നെ ചെയ്തില്ല. നമുക്ക് ഇന്ന് ഡയമണ്ട് കണ്ടുപിടിക്കണം, ഈ വീട് വർക്കാക്കണം. നമ്മൾ അയൺ ഫാം വർക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഉണ്ടാക്കി. നമ്മൾ അയൺ ഫാം വർക്കാവുന്നില്ല എന്ന് പറഞ്ഞാൽ വർക്കാവുന്നേ ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ അത്രയും റിസോഴ്സസ് വെറുതെ പോയി എന്നല്ലാണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. ആരില്ല ഇവിടെ. ഇന്നത്തെ കോപ്പറിന്റെ കളിയോ നമുക്ക് നാളെ ആട്ടം വരാം. നമുക്കിന്ന് ഡയമണ്ട് ആവുന്നില്ല. ഓ നോ ഗൈസ്, രാത്രിയായി. ചത്തു. വേഗം ഓടടായി. ഇവനെന്താ സ്ലോ ഉണ്ടേ. ഗോൾഡൻ ക്യാരറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗോൾഡ് ഇത് ഒരു ഉറങ്ങണം എന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ചാലഞ്ച് വെച്ചിനും ഉറങ്ങാണ്ട് വീഡിയോ കംപ്ലീറ്റ് ആക്കാം. ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ വരാം. ഉറങ്ങാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ട് വരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ആയിട്ട് ഞാൻ വരും. ചാലഞ്ച് ലെഫ്റ്റ് സൈഡ് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ശരി, ചാലഞ്ച് ഡു നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിയിട്ട് വരാം. ഞാൻ തീരുമാനിച്ച് ഞാൻ ചാലഞ്ച് ചെയ്യുന്നില്ല. ഞാൻ ഒന്നും കൂടി ഒന്ന് ലോഗൗട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര ലാഗ്. വേഗം വേൾഡ് ഒന്ന് നോക്കട്ടെ. അതെ, ചേട്ടൻ എൻ്റെ അനിയനൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. അതുകൊണ്ട് ഇന്നത്തെ പേരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെ ഓക്കെ, അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ വീട് ഓപ്പൺ മാറ്റാണ്. അതാണ് ഞാൻ നേരെ വീഡിയോയിലേക്ക് കേൾക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കണ്ട ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം, മലിന്റെ മുകളിലേക്ക് പോവാം. ഇനിയും കുറെ സാധനങ്ങൾ വരാണ്ട്. കയ്യിലുണ്ടായിരുന്ന ഒരു അയൺ പിക്കാക്സ് പൊട്ടി. അതിനോട് ഞാൻ വീണ്ടും അയൺ ഫാം വർക്കിംഗ് ഒക്കെയാണ്, പക്ഷെ അത്ര പോരാ. പുറത്തൊക്കെ ജനിക്കുന്നുണ്ട്. എന്താ മനസ്സിലാത്ത പുറത്താണ് ഈ അയൺ ഓക്കെ. അപ്പൊ നമുക്ക് വേഗം പോയി മരം വെട്ടി. അപ്പൊ ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട്. I am so sorry, man.
നിങ്ങൾ റേറ്റ് പ്ലേസ് ഗെയിംസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ ഡോണി ബോക്സിലേക്ക് എനിക്ക് സീനാണ്. ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ആ റേജിന്റെ വീഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ ചുറ്റും ഇത് വരും. എന്ത് ഗ്ലാസ് ഉള്ളത്, ചുറ്റും ഗ്ലാസ് ഉള്ളത് അത് അടയും. നിങ്ങൾ ഇന്നലെ പോയി നോക്കാം, ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആ ഗ്ലാസ് മൊത്തം അടയും. അത് വീണ്ടും ഞെക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് മൊത്തം തുറന്നു വരും. എന്താല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആദ്യം ഈ വീട് ഈ സാധനം പൊളിച്ച് പണിയാം. നമുക്ക് ഡോറാണ് പിങ്കായിട്ട്, ഡോറും സൈനൊക്കെ പിങ്കായിട്ട് വേറൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇത് മാത്രം പിങ്കാവും. എന്ത് വീട് ഓക്കെ പിങ്ക് കളറും മാറിയപ്പോൾ തോന്നുന്നുണ്ട്. പിങ്ക് ഇത്രയും ദിവസം നല്ല ബ്രൈറ്റ് കളർ കണ്ടിട്ട് അതിന് ശേഷം ഡാർക്ക് ഒരു ഡാർക്ക് എന്തോ പോലെ ആവുന്നതല്ലേ. നല്ല നല്ല രസം ഉണ്ടാവും. എനിക്ക് അങ്ങനത്തെ ഇഷ്ടം, എനിക്ക് പിങ്ക് ഇഷ്ടമില്ല. ഇപ്പൊ നമുക്ക് കുറെ ബ്ലാങ്ക്സ് കിട്ടും, വേറെ കാര്യം. അപ്പൊ നമ്മൾ ഇത്രയും വെട്ടിയെടുത്തിട്ട് എന്തായാലും നോക്കട്ടെ. റൂഫ് ചെയ്യാം. റൂഫ് നന്നാക്കാം, അതാണ് KSMR ഓക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം റൂഫ് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച, പക്ഷെ എനിക്ക് ആ റൂഫ് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഡോറ് മാറ്റി, ഓക്കിന്റെ കൂടെ ആ ഡോറ് ഒരു ഭംഗിയില്ല. ഡോറ് മാറ്റണം, പ്രഷർ പ്ലേറ്റ് മാറ്റണം. ഒക്കെ നമ്മുടെ കയ്യിലൊരു ഞാൻ എപ്പോൾ എൻ്റെ കയ്യിലൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ടെടുക്കാം പിന്നെ നമുക്ക് എന്തായാലും ഏറ്റവും ഉണ്ടാക്കിയാൽ മതി. പ്ലേറ്റ് എങ്ങനെയുണ്ട് അറിയാം. ഓക്കെ, രണ്ട് പ്രഷർ പ്ലേറ്റ് വെക്കുക, രണ്ട് ഡോറ്. I agree, kidding me right now? What is going on? Okay, we're gonna do the pressure plate. പിന്നെ നമ്മൾ ഈ സാധനം നമുക്കൊരു സൈനും ഒരു ഇതും കൂടി ഉണ്ടാക്കാം അല്ലേ. ഒരു സൈൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം? എന്നോടാണ് സ്ലാബ് നമുക്ക് കുറച്ച് അധികം ഈ സ്ലാബ്
ഈ സ്ലാബ് കുറച്ച് അധികമാണ്, കാരണം നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുമുണ്ട് സ്ലാബ്. ഒരു സ്റ്റാക്ക് മതിയാവും. കുറച്ചുകൂടി അമ്പത്തഞ്ചെണ്ണം ഇവിടെ നിന്നാണ് കിട്ടി. കുഞ്ഞ് കയ്യിലുവാ പിന്നെ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? താഴെ കമന്റ് ചെയ്യാം. സൈൻ ഉണ്ടാക്കണം അല്ലേ? ഇങ്ങനെ എന്താ സൈൻ? പോട്ടില്ല സൈൻ ഇവിടെ വെക്കും. നമുക്കറിയാം ആദ്യം സ്റ്റിക്ക് ഇവിടെ സ്ഥലമില്ലടാ, എന്താണ് ഇത്? സൈനിട്ട് ഇവിടത്തോടെ കയറി അയ്യോ ഓക്കെ ഇതിലേക്ക് കുറച്ചിട്ടേക്കാം. ഓക്കെ വെക്കാം. ഇതും ഓക്കെ ഇനി കുറച്ചിട്ട് വേഗം ഇതെടുത്തിട്ട് ബെഡ് അങ്ങനെ പിങ്ക് തന്നെ നിന്നിട്ട് ഞാൻ ബെഡ് മാറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാല്ലേ. ഞാൻ വർക്കാണില്ല എന്ന് പറഞ്ഞു, വർക്കായില്ല. ഓക്കെ ഇതിനോട് വിശേഷം മുറ്റത്ത് ആരാണ് മറ്റേ സാധനം വിച്ചാണിത്. പോലെ വിച്ചാണിത്. അയ്യോ ഇപ്പൊ ചാവേനെ, ഇപ്പൊ ചാവേ. ഞാൻ വയനാടൻ. അയ്യോ റീപ്പർ പൊട്ടാൻ പറ്റില്ല, പൊട്ടാൻ പറ്റില്ലേ? അയ്യോ പൊട്ടി പൊട്ടി.
നിങ്ങളെന്നെ ചതിച്ചില്ലേ കാണാത്ത പോലെയായി പിന്നെ ഞാൻ വീട് ഉണ്ടാക്കിയിട്ട് എന്തായാലും നിങ്ങളെ കാണുന്നതാണ് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളതൊക്കെ ചെയ്യും. നമുക്ക് ഇനി ഇതിന്റെ കാര്യത്തിൽ നോക്കാം. എടാ ദേഷ്യം പിടിക്കുന്നിട്ടാ. തുമ്പി കളിക്കുന്ന കുഞ്ഞെ സ്റ്റാക്ക് കളിക്കാൻ ഇതുണ്ടായിരുന്നു. ഏടുന്ന് കിട്ടിയതാന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ഉണ്ടായിരുന്നു. 2 സ്റ്റാക്ക് ഉണ്ടായിരുന്നു. 2 സ്റ്റാക്ക് ഞാൻ തീർത്തു. എന്തില്ലാണ്ട് സുന്ദരി ഒന്ന് പറയൂ പ്രാണസഖി, പറയാനിരുന്നതല്ല പറയാം ഞാൻ പറയാം. ഈ കോപ്പിറൈറ്റ് ഇട്ടു. എന്താ ഞാൻ കോപ്പിറൈറ്റ് ബോധില്ലാത്ത കുട്ടികളെ ഞാൻ നമ്മക്കായിട്ട് പാട്ടുണ്ടാക്കി പാടിയാ. എന്റെ ജീവിതം ഞാൻ ഉണ്ടാക്കിയതാ, എന്റെ ജീവിതം അത് നീ ഉണ്ടാക്കിയതാണ്. അളിയാ എന്താ അങ്ങനെ ഒരു 500 എടുക്കാം. ഇനി അതേക്ക് ഒരു 100. എന്ത് ദുഷ്ടനാളിയാ നിങ്ങൾ ഇങ്ങനെയാവല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. അത് മറന്നിട്ടുണ്ടെങ്കിൽ എന്നാലും ഞാൻ പറയില്ല, ഞാൻ നല്ല കുട്ടിയല്ലേ. വേറൊരു നോക്കുന്നുണ്ട് നിങ്ങൾ കാണാത്ത. അപ്പൊ വേറെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ തന്നിട്ട് പോയിക്കോ. ചോദിക്കോ ഞാൻ പോയിക്കോ. ഞാൻ വെറുതെ പറഞ്ഞ ആടെ പറഞ്ഞൊക്കെ കേൾക്കണം. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കേൾക്കും. എന്ത് സ്വഭാവമാണ്. ഏതാണ് ഞാൻ പറഞ്ഞത്? ഞാനിവിടെ റിയൽ ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയത്. ചിമ്പിനിയൊക്കെ നിങ്ങൾ കൺമടി കണ്ടോട് കാതലും ആ പാട്ടിട്ടു കേട്ടിട്ടുണ്ടെ താഴെ കമന്റ് ചെയ്യാൻ. കാരണം ഞാൻ ആ പാട്ട് ഇപ്പൊ കേട്ടുകൊള്ളും. ഞാൻ മഞ്ഞമ്മൽ ബോയ്സ് ഒന്നും കൂടി കേട്ടപ്പോൾ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി പാട്ടല്ലേ. ലാസ്റ്റ് മറ്റേ കുഞ്ഞിനോട് വരും, നീ ഇങ്ങനെ എഴുത്, ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് വായിച്ചു തന്നത്. അപ്പൊ ഇവള് പാട്ട് പോലെ വായിച്ചു കൊടുക്കും. അവളെ കാലൊക്കെ ഒടിഞ്ഞിട്ട് ഗുണാക്കേവിൽ കിടക്കുന്നേക്ക് സാധനം ഭയങ്കര ഇഷ്ടമാണ്.
എന്തായാലും മുകളിൽ കയറിയത് മുകളിലത്തെ പണിയൊക്കെ തീർത്തിട്ട് മതിയല്ലോ താഴത്തേക്ക് പോകും. ഇനി ബേസന്മാരായിട്ട് വേഗം സ്പീഡ്. ഓക്കെ ശിവകാമിയേ ശിവനേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്കിത് ഫുള്ളായിട്ട് തീർക്കാനായാലേ ഞാൻ ഓഫിൽ ഞാൻ ഒറ്റയ്ക്ക് തീർക്കും. നോക്കാം. ഓക്കെ ബൈ ടാറ്റാ. ശരി.